വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. ത്രിതല പഞ്ചായത്തുകളിൽ ഇനി പുതിയ ഭരണ നേതൃത്വം. ചാലിയാർ പഞ്ചായത്തിൽ പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വരണാധികാരിയായ നിലമ്പൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി മുഹമ്മദ് അലി 9ാം വാർഡായ എരിഞ്ഞുമങ്ങാട് വാർഡിൽ നിന്നും വിജയിച്ച മുതിർന്ന അംഗമായ തോണിക്കടവൻ ഷൌക്കത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് തോണിക്കടവൻ ഷൌക്കത്താണ് മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 1ാം വാർഡായ വാളംതോടിൽ നിന്നും വിജയിച്ച അനീഷ് അഗസ്റ്റ്യൻ, 2ാം വാർഡായ ഇടിവണ്ണയിൽ നിന്നും വിജയിച്ച തോമസ് കുരുവിള, 3ാം വാർഡായ പാറക്കോട് നിന്നും വിജയിച്ച സി സഹിൽ, 4ാം വാർഡായ മുട്ടിയലിൽ നിന്നും വിജയിച്ച നസ്രീന ഷംസു, 5ാം വാർഡായ പെരുമ്പത്തൂരിൽ നിന്നും വിജയിച്ച മഞ്ജു അനിൽ, 6ാം വാർഡായ നമ്പൂരിപ്പൊട്ടിയിൽ നിന്നും വിജയിച്ച അനുശ്രീ സുരേഷ്, 7ാം വാർഡായ ആനപ്പാറയിൽ നിന്നും വിജയിച്ച മിനി മുസ്തഫ, 8ാം വാർഡായ കേരങ്കോട് വാർഡിൽ നിന്നും വിജയിച്ച പ്രവീണ സുരേഷ്, 10ാം വാർഡായ മൈലാടിയിൽ നിന്നും വിജയിച്ച ബഷീർ കാട്ടുമുണ്ട, 11ാം വാർഡായ മണ്ണുപ്പാടം വാർഡിൽ നിന്നും വിജയിച്ച ആബിദ മുംതാസ്, 12ാം വാർഡായ മുടവണ്ണയിൽ നിന്നും വിജയിച്ച കെ സുന്ദരൻ, 13ാം വാർഡായ കളക്കുന്നിൽ നിന്നും വിജയിച്ച കെ എ നസീമ, 14ാം വാർഡായ അകമ്പാടത്തു നിന്നും വിജയിച്ച വിജി സുരേഷ്, 15ാം വാർഡായ ആറങ്കോട് നിന്നും വിജയിച്ച കെ മൈമുന, 16ാം വാർഡായ പെരുവമ്പാടത്തു നിന്നും വിജയിച്ച അച്ചാമ ജോസഫ് എന്നിവർ യഥാക്രമം സത്യപ്രതിജ്ഞ ചെയ്തു. 16 അംഗങ്ങളും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. പഞ്ചായത്ത് ജീവനക്കാർ ഓരോ അംഗങ്ങളെയും പൂക്കൾ നൽകിയാണ് വരവേറ്റത്. തുടർന്ന് പുതിയ അംഗങ്ങളുടെ പ്രഥമ യോഗവും തോണിക്കടവൻ ഷൌക്കത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പഞ്ചായത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലായിരുന്നു സത്യപ്രതിജ്ഞ നടന്നത്. 10 വർഷത്തിനു ശേഷമാണ് UDFന് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഭരണം ലഭിക്കുന്നതും പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നതും. UDF പ്രവർത്തകർ പ്രകടനവുമായാണ് സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. UDFന്റെ എല്ലാ നേതാക്കളും ചടങ്ങിൽ പങ്കാളികളായി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതിനാൽ LDF നേതാക്കളുടെ നാമം മാത്രമായ പങ്കാളിത്തമാണുണ്ടായത്. 16ൽ 12 വാർഡുകളിൽ വിജയിച്ച് UDF 4ൽ 3 ഭൂരിപക്ഷത്തിനാണ് ഭരണത്തിലേക്കെത്തുന്നത്. 27ന് രാവിലെ 10:30 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് 2:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടക്കും. പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വനിതാ സംവരണമാണ്. 6ാം വാർഡായ നമ്പൂരിപ്പൊട്ടിയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച അനുശ്രീ സുരേഷ് പ്രസിഡന്റാകും. LDFന് പട്ടികവർഗ വനിതാ വിഭാഗത്തിൽ അംഗമില്ലാത്തതിനാൽ അനുശ്രീ സുരേഷ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടും. 2:30 നടക്കുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ തോണിക്കടവൻ ഷൌക്കത്ത് തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പാണ്. മലപ്പുറം ജില്ലയിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 2 വനിതാംഗങ്ങളുള്ള പഞ്ചായത്ത് എന്ന അപൂർവ നേട്ടവും ചാലിയാറിന് സ്വന്തം. ആദിവാസി പണിയർ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ വനിതാ പ്രസിഡന്റായി 27ന് അനുശ്രീ സുരേഷ് ചരിത്രത്തിൽ ഇടം തേടും. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.